അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഒരുമിച്ച് കൂടി ഈ സമയവും സന്ദർഭവും നാളെ പരലോക രക്ഷയ്ക്കുതകുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗത്തിനുതകുന്ന ഒരു കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായ നിലയിൽ ഇറങ്ങിപ്പോകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. നമ്മൾ ഏറ്റവും വലിയ ഒരു ഗസ്റ്റിനെ കാത്തിക്കാണ്. ഏതറിയോ? റമദാൻ അല്ലേ? എല്ലാവരും മനസ്സിൽ കുറേ മുമ്പ് തന്നെ ആവുഞ്ഞ് 2 മാസം 1 മാസം എന്ന് പറഞ്ഞിങ്ങനെ അതിനുവേണ്ടി കാത്തിക്കാണ്. മനസ്സും ശരീരവും വീടും പരിസരവും എല്ലാം അതിനുവേണ്ടി തയ്യാറായി നിൽക്കണം. ഇവിടെ നമുക്ക് ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിശദമായ സംസാരം ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ പണ്ഡിതൻ നമ്മുടെ ഹംസ മദീനി അവர்களാണ്. ഞാൻ നോമ്പുമായി വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കണം. അപ്പോൾ നോമ്പിന് നമ്മൾ ഒരുങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ഉഷാറാക്കാൻ കഴിയും. ഈ നമ്മളേറ്റവും കൂടുതൽ നമ്മളെ ഒരു കാറ്റലോഗായിട്ട് കൂട്ടുന്നതിൽ പെട്ടതാണല്ലോ നമ്മളെ ഖുർആൻ, വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണ്. വിശുദ്ധ ഖുർആൻ എന്ന് മാത്രമല്ല, മറ്റുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയത് റമദാനിലാണ് എന്ന് പറഞ്ഞാൽ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. ഈ വേദഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയത് പരിശുദ്ധ റമദാൻ. അപ്പം എന്തോ ഒരു പ്രത്യേകത ആ മാസത്തിൽ ഉണ്ടല്ലോ. ആ പ്രത്യേകതയോടുകൂടി തന്നെ നമ്മൾ കാണണതിന് ഒരാൾ റമദാനല്ലേ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, റമദാൻ വരുന്നു പോണു, അങ്ങനെ ഒരാൾക്ക് അയാളെ മനസ്സിൽ തോന്നിയാൽ അയാൾക്ക് ലഅനത്ത് ഉണ്ടാവുന്ന പറഞ്ഞു. ശാപം എന്ന് പറഞ്ഞാൽ ഒരു നിലക്കുള്ള ബർക്കത്തും റഹ്മത്തും ഒക്കെ അയാളിൽ നിന്ന് എടുത്തു പോകുമെന്നാണ്. അപ്പോൾ റമദാനെ വളരെ ആസ്വാദനത്തോടു കൂടി സന്തോഷത്തോടു കൂടി കാണാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ രാജാതിരാജനായ റബ്ബുൽ-ഇസ്സത്തിനോട് പറയാനുള്ളൊരവസരമാണ്. നിങ്ങൾ നോക്കി, നമ്മളിപ്പോഴൊക്കെ രാത്രിയുടെ നിശബ്ദതയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് റബ്ബിനോട് ഒരുപാട് കാര്യങ്ങൾ പറയണ്ടാവും. പക്ഷെ അള്ളാഹു ഓഫർ ചെയ്ത സമയമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞത്. അബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അല്ലാത്ത സമയത്ത് എപ്പോഴും രാത്രിയുടെ അന്ത്യാമങ്ങളിൽ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും, പാപമോചനം. പക്ഷേ റമദാൻ സ്പെഷ്യലാണ്. അള്ളാഹു എല്ലാ ദിവസവും ഇത്ഖ് നൽകുമെന്നാണ്. ദാസന്മാരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും, നരകത്തിലായ ആൾക്കാരെ. അതിനുള്ളൊരു അവസരമാണ് എല്ലാ ദിവസവും. ഒരു ദിവസം മാത്രമല്ല, 1-ാമത്തെ പത്തിൽ, 2-ാമത്തെ പത്തിൽ, 3-ാമത്തെ പത്തിൽ, ഇങ്ങനെയല്ല. എല്ലാ ദിവസവും ഇത്ഖ് മിനന്നാറാണ്. അതുകൊണ്ട് തന്നെ കരയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഈ സമയത്താണ് കരയേണ്ടത്. അത് ഖുർആൻ പാരായണത്തിലായാലും മറ്റ് സമയങ്ങളിലായാലും ഒരു കണ്ണുനീര് ഒറ്റ വീഴാൻ തൗഫീഖ് ഉണ്ടായാൽ നമ്മൾ കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു പോകാത്തതുപോലെ, സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കാത്തതുപോലെ ഒരിക്കലും നമുക്ക് നരകത്തിൽ നമ്മൾ പ്രവേശിക്കില്ല. അപ്പോൾ ഈ സമയം അതൊക്കെ നമ്മുടെ തലയിലുണ്ടായിരിക്കണം. പാപമോചനത്തിനുള്ള അവസരവും സന്ദർഭമാണ് വരുന്നത്. ഇപ്പോഴേ നോമ്പിനൊരുങ്ങിയാൽ അതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതൊക്കെ പ്ലാൻ ചെയ്തതിനുള്ള കൂലി നമുക്ക് കിട്ടും, നമ്മളത് ചെയ്തതുപോലെ ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ നല്ലൊരു അവസരമാണ്. അതെന്നും ഇപ്പോഴും നമ്മൾ ഒരു 5-10 മിനിറ്റ് നമ്മളെ മാതാപിതാക്കളോ മക്കളോ ഇണകളോ ഒന്നും കാണാതെ നമ്മളെ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് ചോദിക്കാൻ കഴിയണം. രഹസ്യ നിമിഷങ്ങൾ നമുക്കുണ്ടാവണം. അപ്പോൾ അതിന് കുറച്ചും കൂടെ ഊക്ക് കിട്ടും. റമദാനെ കുറിച്ച് പരാമർശിച്ച സ്ഥലം കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഉത്തരം തരാമെന്നാ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
നമ്മൾ വിചാരേണ്ട ആവശ്യമില്ല. എന്തും അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. അതുപോലെ തന്നെ ഇഖ്ലാസ് നിലനിർത്തുക. ഈ നോമ്പിനല്ലാതെ ഇത്ര ഇഖ്ലാസ് വേറെ ഏത് സംഗതിക്കും ഉണ്ടാവില്ല. നിസ്കാരമാണെങ്കിലും സ്വതക്കയാണെങ്കിലും ഇതൊക്കെ കൊടുക്കുമ്പോൾ ആരെയും കാണാൻ വേണ്ടി നമ്മൾ വിചാരിച്ചില്ലെങ്കിലും പിശാചേക്ക് വന്നാൽ നമ്മൾ ആക്കി കൊണ്ടുപോകും. പക്ഷെ നോമ്പ് ഒരാൾക്കും അറിയില്ല നമ്മൾ നോമ്പ് പറ്റണോ ഇല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇഖ്ലാസോടുകൂടെ അത് നിലനിർത്തുന്ന ഒരു മാസം കൂടെയാണ് ഇത് എന്നുള്ളതാണ്. നമ്മളെ തഖ്വയുടെ പരിശീലനം ഈ മാസമായിരിക്കണം. എല്ലാം പടച്ചോനെ സൂക്ഷിക്കാനോ വല്ലാത്തൊരു ജീവിതമാണല്ലോ, ഒരു രസമുള്ള ജീവിതമാണല്ലോ. അല്ലാതെ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, അങ്ങോട്ട് പറയാൻ പറ്റില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹരാണ് ശരിക്കും. നേരെ മറിച്ച് ഒക്കെ സ്വതന്ത്രമാക്കി വിട്ടാലോ അതിനൊരിതില്ലല്ലോ. അയ്ബ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഹയാ നഷ്ടപ്പെട്ടവനൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ മാസമാണ് പരിശീലിച്ചെടുക്കേണ്ട ഒരു മാസം. അതുപോലെ നമ്മുടെ സ്വഭാവത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ദേഷ്യമോ അസൂയയോ വിദ്വേഷമോ പോരോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ അവശേഷിക്കേണ്ടി ഒക്കെ പറിച്ച് ഒഴിവാക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഇനിയൊരു അവസരം നമുക്ക് കിട്ടിക്കോളുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. അതാണ് ഉന്നത സ്വഭാവങ്ങൾ നമ്മൾ പരിശീലിപ്പിക്കണം. പിന്നെ അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നൊരു നല്ലൊരു മാസമാണത്. നിങ്ങൾ നോക്കി, ഇപ്പോൾ തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അറിയാൻ കഴിയും. എത്രയോ മനുഷ്യന്മാർ എല്ലാ സമയങ്ങളിലും നിരന്തരമായി രോഗികൾ എത്രയുണ്ട്. അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും റമദാനിലൂടെ. പിന്നെ പാവങ്ങൾ ആരൊക്കെയാണ് ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോഴേ വിഷമിക്കുമ്പോഴേ പിന്നെ പല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകളെ കുറിച്ചൊക്കെ നമുക്കൊരു ബോധം ഉണ്ടാകുക നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റമദാനിൽ നമുക്ക് പിന്നെ കിട്ടുന്ന ഗുണങ്ങളാണ്. ഇനി നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി 1-2 കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പ് പോകരുത്. ഇപ്പോൾ ഒരാൾക്ക് ദേഷ്യം വരികയാണെങ്കിൽ അയാൾ നോമ്പ് പോകാം. അതുപോലെ അസൂയ വിദ്വേഷം എന്താ കച്ചവടത്തിൽ വഞ്ചന കള്ളത്തരം ഇതൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് പോവും. ഉഷാറായിട്ട് എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോമ്പ് വന്നത്. അത് ബോധം നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ആവണം നമ്മുടെ നോമ്പിനെ നമ്മൾ നോൽക്കേണ്ടത്. അതുപോലെ തന്നെ നോമ്പിന് വിധിവിലക്കുകൾ പഠിക്കണം. ഇവിടെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിക്കുവാനും ഉള്ളൊരു നല്ലൊരു അവസരമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളെ ഹംസ മദീനെ 3ാമത്തെ പ്രാവശ്യമാണ് സെനാബിലേക്ക് വിളിക്കുന്നത്. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് യാത്രക്കുള്ള പിന്നെ ദൂരവും ഒക്കെ പ്രയാസമായതുകൊണ്ട് വരാൻ മടിക്കലാണ്. ഇത് എന്തോ അറിയില്ല, പടച്ചോൻ്റെ തൗഫീഖും നമ്മളെ ഇഷ്ടം കൂടെ ആയിരിക്കും. ചിലപ്പോൾ വിളിച്ചപ്പോൾ തന്നെ പിന്നെ നോമ്പിനെന്തായാലും വരില്ല, മറ്റെന്നാ ആയാലും ഏലിലൊന്ന് ഇടാലെഴുതിയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് ഈ സന്ദർഭം നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളത് ഉപയോഗപ്പെടുത്തുക. ഒരു 3/4 മണിക്കൂർ 50 മിനിറ്റ് ക്ലാസ് ഉണ്ടാവും. അതിന് ശേഷം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെ നമ്മൾ പാപങ്ങളെ സൂക്ഷിക്കണം. പാപങ്ങൾ ഇപ്പോൾ ചെറിയ പാപം വലിയ പാപം ഇതൊന്നുമില്ലാതെ അത് ചെറുതല്ലേ, ചെറിയ കളവല്ലേ ഒക്കെ മനസ്സിൽ വരും. ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് പരിശുദ്ധ റമദാൻ. അതുപോലെ തന്നെ മോശമായ പെരുമാറ്റങ്ങൾ നേരത്തെ പറഞ്ഞു, ഹസനുൽ ഖുൽഖ് നല്ല സ്വഭാവം പരിശീലിപ്പിച്ചെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊന്നും നമ്മളിതിൽ ഉണ്ടാകാൻ പാടില്ല. നോമ്പ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ 29 30 എത്ര ദിവസമുള്ള വെച്ചെങ്കിൽ അത്ര ദിവസവും നമ്മൾ നോമ്പുതുറ എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഇവിടെ ഉണ്ടാവും. നിങ്ങളും നിങ്ങളെ കുട്ടികളും മക്കളും ഒക്കെ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കരുത്. എല്ലാവരും ആ സമയത്ത് വരിക. നമ്മൾ ഇവിടെ ക്ലാസ്സിന് വരുന്ന ആളുകൾക്കാണ് പ്രധാനമായും നമ്മളിവിടെ നോമ്പുതുറ ഒരുക്കുന്നത്. അപ്പോൾ അറിയാലോ, 5 മണിക്കാണ് ഇവിടെ ക്ലാസ് തുടങ്ങുക, അല്ലെങ്കിൽ 5:15 5:30ക്കാണ് ക്ലാസ് തുടങ്ങുക. സമയം നോമ്പിൻ്റെ നോമ്പ് തുറക്കുന്നതിൻ്റെ 1/4 മണിക്കൂർ മുമ്പ് നിർത്തുന്ന രീതിയിലുള്ള ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് കഴിയുന്നതും എല്ലാവരും കൂട്ടി കൊണ്ടുവരിക. ദീനി സദസ്സിലിരിക്കുക, ഒരുപാട് കൂലി മേടിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അതുപോലെ നമ്മളെ ഇവിടെ സനാബിൽ നടത്തുന്ന ശരിയ ആലിമിയ ഫളീല കോഴ്സുകൾ ഇപ്പോൾ ലൈവായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൽ ചേരാതിരിക്കും. അല്ലാതെയും പഠിക്കാം, സ്വന്തമായിട്ട് പഠിക്കാം. അതിനൊക്കെയുള്ള അവസരമുണ്ട്. പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും ക്ലാസ് ഉണ്ടായാലും ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് നമ്മൾ നിർത്തി വച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് 1-2 ആൾക്കാർ ക്ലാസ് എടുത്തിരുന്നല്ലോ. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് റമദാനിന് ശേഷം ഇനി തുടരും. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ എല്ലാ നന്മകളും ഓരോരുത്തരുടെയും വ്യത്യസ്തമായ നന്മകളാണ്. എല്ലാവർക്കും എല്ലാ നന്മയും ചെയ്യാൻ കഴിയില്ല. ആ നന്മകളൊക്കെ റബ്ബ് സ്വീകരിക്കുന്ന അമലാക്കി തീർക്കുമാറാകട്ടെ. റിയാ ഇല്ലാതെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമ്മുടെ നോമ്പിൻ്റെ പരിപൂർണമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും ലഭിക്കും. തറാവിയെ നിസ്കരിക്കാനും അതുപോലെ തന്നെ മറ്റ് വക്തുകളൊക്കെ കൃത്യമായി ജമാഅത്തായി പങ്കെടുക്കാനും ഒക്കെയുള്ള പരിപൂർണമായ മനസ്സും സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ പുതിയ പള്ളിയിലായിരിക്കും തറാവീഹും മറ്റ് നിസ്കാരങ്ങളൊക്കെ, ക്ലാസ്സും അതുപോലെ തന്നെ എല്ലാം അവിടെ ആയിരിക്കും ഉണ്ടാവുക. ഈ വർഷം ക്ലാസ്സും അതുപോലെ നിസ്കാരം ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. സ്ത്രീകൾക്കും ആ ഭാഗത്ത് തന്നെ ആയിരിക്കും ഉണ്ടാകുന്നുണ്ട്. യാതൊരു പ്രയാസം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.